ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ് കടമെന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതുപോലെ തന്നെ കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ഉസ്താദേ എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, കടങ്ങൾ വീടാൻ വേണ്ടി മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ പ്രാർത്ഥനയുടെ ആ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജ്ലിസിന്റെ അവസാനം ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാലിയൽ ഹജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു നൽകട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റിത്തരട്ടെ. ധാരാളം ആളുകൾ പല ദിക്കുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി, പല സ്ഥലങ്ങളിൽ നിന്നായി പല പ്രയാസങ്ങളും പല വിഷമങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം പറഞ്ഞതിന് ശേഷം നമ്മളെ മജ്ലിസിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന, സങ്കടം പറയുന്ന ഒരു വിഷയമാണ് കടമെന്ന് പറയുന്നത്. കടം കാരണം എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമ്മളെ രാജ്യത്ത്. അതുപോലെ തന്നെ കടം കാരണം എത്ര ആളുകളാണ് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്ന പ്രശ്നങ്ങളാണ്. കടം കാരണം ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കൊന്ന് ഉറങ്ങിയിട്ട് ഉസ്താദേ എന്ന് സങ്കടത്തോടെ വളരെ വിഷമത്തോടുകൂടെ വിളിച്ചു പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അതുപോലെ തന്നെ സമ്പത്തില്ലാത്തതിൻ്റെ പേരില്, പണമില്ലാത്തതിൻ്റെ പേരില് വീടില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് പോയി ജോലി ശരിയാകാത്ത ഒരുപാട് ആളുകളുണ്ട്. ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പണം തികയാതെ കടം വാങ്ങി പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മളെ മജ്ലിസ് കാണുന്നുണ്ട്, നമ്മളെ സമൂഹത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് ദുനിയാവാണ്. ഇവിടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. കടങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചിന്തിക്കരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് കൊടും പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ വെച്ച് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്തരം ചിന്തകൾ ചിന്തിക്കാൻ പാടില്ല എന്നുകൂടെ ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് കടമെന്ന് പറയുന്നത്. കടക്കാരന്റെ മയ്യത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് മയ്യത്ത് നിസ്കരിക്കാൻ പോലും മടിച്ചു എന്ന് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ കാണാവുന്നതാണ്. അത്രയും വലിയ വിഷയമാണ് കടമെന്ന് പറയുന്നത്. ചില ആളുകൾ അനാവശ്യത്തിന് വേണ്ടി, ദൂർത്തടിക്കാൻ വേണ്ടി കടം വാങ്ങുന്ന ആളുകളുണ്ട്. മറ്റുള്ള ആള് അയൽവാസി വലിയ 3-4 നിലയുള്ള വീട് കയറ്റുമ്പോൾ അത് കണ്ടിട്ട് ചില ആളുകൾ കടം വാങ്ങി ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങി അങ്ങനത്തെ വീട് നിർമ്മിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മളുടെ കപ്പാസിറ്റിക്കും നമ്മളുടെ പൂളാസിറ്റിക്കും നമ്മളുടെ സാമ്പത്തികമായ നില അനുസരിച്ച് കൊണ്ടായിരിക്കും
ആയിരിക്കണം നമ്മൾ വീടുണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ വാഹനം വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ മക്കളുടെ വിവാഹം നടത്തുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. മറ്റുള്ള ആളുകൾ നല്ല ജോറായിട്ട് 100 പവനൊക്കെ കൊടുത്ത് വിവാഹം നടത്തുന്നുണ്ടെങ്കിൽ അത് അവന്റെ കഴിവനുസരിച്ച് അവൻ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അത്ര മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിനെ തൊട്ട് നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, കടങ്ങൾ വീടാൻ, സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു ദുആയുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് പുസ്തകവും പേനയും എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും എഴുതി വെച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ, ആ റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരുപാട് ദിക്റുകളും ദുആകളൊക്കെ ഉസ്താദ് പറഞ്ഞു, അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായിട്ടില്ല എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക. ഇവിടെയെങ്കിൽ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷ നൽകാതിരിക്കൂല. ഏത് പ്രാർത്ഥന കൊണ്ടാണ്, ഏത് ദുആ കൊണ്ടാണ് നമ്മൾ വിജയിക്കുക എന്ന് നമ്മൾക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറയാൻ കഴിയുന്ന ആളുകൾ പറയുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ മുആദ്, മുആദേ, അലാ ഉഅല്ലിമുക ദുആൻ, നിനക്ക് ഞാൻ ഒരു ദുആ, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ മുആദേ, തദ്ഉ ബിഹി, അതുകൊണ്ട് നീ അല്ലാഹുവിനെ പ്രാർത്ഥിക്കണം. വലൗ കാന അലൈക മിനദ്ദൈനി മിസ്ലു ജബലി ഉഹുദിൻ, ഉഹുദ് മലയോളം, ഉഹുദ് പർവതത്തോളം നിനക്ക് കടമുണ്ടെങ്കിലും ഈ പ്രാർത്ഥന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടങ്ങള്, ആ സാമ്പത്തികമായ പ്രയാസങ്ങള് പരിഹരിച്ചു നൽകുമെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. ഏതാണ് എൻ്റെ പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന? ഏതാണ് ആ പ്രാർത്ഥന? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹുമ്മ മാലികൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ. എൻ്റെ കൂടെ പറയൂ, എൻ്റെ കൂടെ പറയൂ. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ് റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ തുഅതി മൻ തശാ മിൻഹുമാ വതംനഉ മൻ തശാ ഇർഹംനി റഹ്മതം തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം. എൻ്റെ കൂടെ ചെല്ലുകയും എഴുതാൻ കഴിയുന്ന ആളുകൾ എഴുതിയെടുക്കുകയും ചെയ്യണം. അത്രയും പവർഫുള്ളാണ് ഈ പ്രാർത്ഥന. ഇത് റസൂലുള്ള സഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. അതും സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറാൻ, കടങ്ങൾ വിടാൻ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഒന്നുകൂടെ ചെല്ലാമല്ലോ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل
വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ തുഅതി മൻ തശാഉ മിൻഹുമാ വതംനഉ മൻ തശാഉ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഒന്നുകൂടെ ഞാൻ വായിച്ചു തരാം, എഴുതിയെടുക്കാൻ പറ്റുന്നവര് എഴുതിയെടുക്കുക. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫില്ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ് റഹ്മാനദ് ദുനിയാ വൽ ആഖിറ വറഹീമഹുമാ തുഅതി മൻ തശാഉ മിൻഹുമാ വതംനഉ മൻ തശാഉ ഇർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ. ഒന്നുകൂടെ, റഹ്മതൻ തുഗ്നീനി ബിഹാ അൻ റഹ്മതി മൻ സിവാക്. ഇതാണ് റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമ്മളെ നിസ്കാരത്തിന് ശേഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം, തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാം, അല്ല നമ്മൾ വെറുതെ ഇരുന്ന് വുളു എടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ആ സമയത്തും ഈ പ്രാർത്ഥന കൊണ്ടുവരാം. പ്രത്യേകിച്ച് ളുഹ നിസ്കരിക്കുന്ന ഉമ്മമാർക്കൊക്കെ ഈ പ്രാർത്ഥന ഉപയോഗപ്പെടുത്തിയാൽ നല്ല എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ദുനിയാവിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയാൻ പറ്റുന്ന സമയമാണ് ളുഹാ സമയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടങ്ങളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അത് വീട്ടാനുള്ള നല്ല വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട്, അവരെ നീ സഹായിക്കണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. പട്ടിണിയെ തൊട്ട് കാക്കണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്, ആ പ്രയാസങ്ങളൊക്കെ അകറ്റി കൊടുക്കണേ. ടെൻഷനുകളൊക്കെ അകറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ച ജോലി, ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ. ഞങ്ങളെ ഭാര്യ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യം അവർക്കും, ഞങ്ങളെ മാതാപിതാക്കൾ, കുടുംബക്കാർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, ഭക്ഷണം തന്നവര്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ അയൽവാസികളുണ്ട് റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ടല്ലോ. അല്ലാഹുവേ, മുഅ്മിനീങ്ങളുണ്ട് റഹ്മാനെ. ഞങ്ങളെ അയൽവാസികളുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഈമാനും കൂവത്തും റാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. പൈശാചികമായ ശർറുകളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെ കാക്കണേ അല്ലാ. സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയി, അവരെ ഖബർ വിശാലമാക്കണം, അവരെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം നീ അകറ്റി തരണേ അല്ലാ. ഈ മജ്ലിസിൽ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക
യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.